ഹലോ വെൽക്കം ബാക്ക്. പിന്നെ ഞാൻ ഇന്നലെ കമ്മ്യൂണിറ്റി പോസ്റ്റായിട്ട് എൻ്റെ ഇക്കാൻ്റെ ഒരു കുറിപ്പ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. പടച്ചോനെ എത്രയോ പേരാണ് വിളിച്ചും പേഴ്സണൽ മെസ്സേജ് ആക്കിയിട്ടും മെസ്സേജ് ആക്കുന്നത്. അത് ആക്ച്വലി ഇക്കാൻ്റെ ഒരു വിഷമത്തിൽ ഷെയർ ചെയ്തതാണ് ഇക്കാൻ്റെ പോസ്റ്റിൽ. അപ്പം ഞാനത് എൻ്റെ കമ്മ്യൂണിറ്റി പോസ്റ്റിലൊന്ന് ഇട്ടു. പക്ഷെ അത് കണ്ടിട്ട് കുറേ ആൾക്കാർ മെസ്സേജ് ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറേ സന്തോഷമല്ല, സന്തോഷം. നമ്മളെ പേഴ്സണൽ മാനേജർ വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഇതെല്ലാം കൂടി മാനേജ് ചെയ്യാൻ പറ്റാഞ്ഞിട്ട് ഒരു സോഷ്യൽ മീഡിയ മാനേജറെ വെച്ചിട്ടുണ്ട്. ഐഷാസ് കിച്ചനും ഐഷാസ് കാർട്ടും എല്ലാം കൂടി മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആൾ വന്ന ശേഷമാണ് പിന്നെ ബാക്കി വീഡിയോസൊക്കെ എടുക്കുന്നത് കേട്ടോ. പിന്നെ ഈ ഒരു വീഡിയോ ഇന്നത്തെ വീഡിയോ ആണ്. ഇനി ഇതിന് ശേഷം കാണിക്കുന്നത് 2 ദിവസമൊക്കെ ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് കുറച്ച് എടുത്തിട്ടുള്ളൂ. കഴിഞ്ഞ 2 ദിവസമായിട്ട് ഭയങ്കര മടിയൊക്കെയായിരുന്നു, കുറേ പണികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു മൂഡും ഉണ്ടായിരുന്നില്ല. ഇക്കാൻ്റെ ബർത്ത്ഡേ വ്ളോഗ് ഞാൻ എടുക്കണം എന്ന് വിചാരിച്ചിരുന്നു കേട്ടോ. പക്ഷേ ആ ബർത്ത്ഡേൻ്റെ അന്നാണ് ഈ കമ്മ്യൂണിറ്റി പോസ്റ്റിലിട്ട ആ ഒരു വ്യക്തി മരണപ്പെട്ടത്, ഇക്കാൻ്റെ ഫ്രണ്ട്. അപ്പം എന്താ പറയുക, അപ്പോൾ ബർത്ത്ഡേൻ്റെ തലേന്ന് ജൂൺ 14 അപ്പോൾ അതിൻ്റെ ഒരു വിഷമത്തിൽ നമുക്ക് പെട്ടെന്നുള്ളൊരു ഷോക്കായതുകൊണ്ട് തന്നെ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. ഞാൻ എന്താ പറയുക, കുറേ പ്ലാനിങ്സൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ബർത്ത്ഡേക്ക് ഞാൻ മക്കളുടെ ആണെങ്കിലും എൻ്റെ ആണെങ്കിലും ഇക്കാൻ്റെ ആണെങ്കിലും കുറേ നമ്മൾ പ്ലാൻ ചെയ്യും കേട്ടോ. ഞാൻ വിചാരിക്കും വീഡിയോ കാണിക്കുമ്പോഴേ എന്തെങ്കിലുമൊക്കെ ഒരു രസത്തിൽ വേണ്ടത് വെച്ചിട്ട് വിചാരിക്കും. പക്ഷേ എങ്ങനെയെങ്കിലും അത് കൊള്ളാവും. അപ്പോൾ എനിക്ക് തോന്നുന്നു വേണ്ട, അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഷെയർ ചെയ്യണ്ടെന്ന് വിചാരിച്ചിട്ട് തന്നെ ആയിരിക്കും. അപ്പോൾ ഈ ദിവസം അങ്ങനെയായിരുന്നു. ഈ ദിവസമല്ല, ജൂൺ 14 രാത്രി, അതായത് ജൂൺ 15 ഇക്കാൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ അന്ന് നമ്മൾ ഈ ഒരു ദുഃഖവാർത്ത അറിഞ്ഞത്. അപ്പോൾ അതിൻ്റെ ഒരു വിഷമമൊക്കെ കൂടിയായിട്ട് പിന്നെ കുറച്ച് ദിവസം എനിക്ക് വീഡിയോ എടുക്കാനൊന്നും ഒരു മൂഡ് ഉണ്ടായിരുന്നില്ല. അപ്പം പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ, ഇന്നിപ്പം ഇക്കാൻ്റെ കീമോ കഴിഞ്ഞ പിറ്റേ ദിവസമാണ്. അപ്പം കീമോൻ്റെ ദിവസങ്ങളൊക്കെ അതും ഞാൻ വീഡിയോ അധികം എടുത്തിട്ടില്ല. ഇതിന് ശേഷം കൊടുക്കാം. എന്താ പറയുക, നമുക്കൊരു മനസ്സിനൊരു സുഖം ഉണ്ടെങ്കിലല്ലേ നമുക്ക് വീഡിയോ എടുത്താലും എല്ലാത്തിനും ഒരു രസം ഉണ്ടാവുള്ളൂ. വേറെ പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നുമില്ല. പക്ഷെ ഓരോന്നുങ്ങൾ കേൾക്കുമ്പം ഒരു എന്തോ ഒരു പോലെ അങ്ങനെ. പിന്നെ ഇത് എൻ്റെ ഉപ്പ കൊണ്ടുവന്നതാണ്, കൂന്തൽ ചോറും ഇക്കാക്കും കൂടി കൊണ്ടുവന്നായിരുന്നു. അത് നിങ്ങൾക്കിത് കഴിഞ്ഞ് കാണാം, ഉപ്പ വന്ന വിശേഷങ്ങളൊക്കെ. അപ്പോൾ അതിൽ കൂന്തലെടുത്തിട്ട് ഇക്കാക്ക് ദോശൻ്റെ കൂടെ കൂന്തൽ റോസ്റ്റ് ആക്കാനും വേണ്ടിയിട്ട് റെഡിയാക്കിയായിരുന്നു. പക്ഷേ ഇന്നും പറഞ്ഞ പോലെ രാവിലെ ഞാൻ എന്തോ ഒരു ബ്ലാങ്ക് മൈൻഡിലാണ് കിച്ചണിൽ കയറിയത്. എന്നോട് ഇക്ക പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫ്രൈ ആക്കണ്ട, വറ്റിച്ചാൽ മതിയെന്ന്. ഞാനത് എന്താണോ ചെയ്യേണ്ടതെന്ന് പറഞ്ഞ് അത് തന്നെ ചെയ്തത്, ഫ്രൈ ആക്കിയെടുത്ത്. എന്താ എനിക്കറിയില്ല, എൻ്റെ മൈൻഡ് ബ്ലാങ്കായി പോയതാണോ, ഞാൻ എന്തോ ഒരു ചിന്തയിലാണ് അതൊക്കെ ചെയ്തത്. എപ്പോഴും ഈ കൈപ്പുണ്യം എന്ന ഒരു സംഭവം ഇല്ല. ശരിക്കും കൈപ്പുണ്യമല്ല, നമ്മൾ മനസ്സിൻ്റെ പുണ്യമാണ്. നമ്മൾ മനസ്സ് നന്നായാലേ നമ്മൾ ഉണ്ടാക്കുന്ന ഫുഡ് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പലരും പറയാറുണ്ട് കൈപ്പുണ്യം അതുകൊണ്ടാണ് ഫുഡ് ടേസ്റ്റ്. അങ്ങനെയല്ല, നമ്മൾ ഹാപ്പി ആയിട്ടാണെങ്കിൽ അടിപൊളിയാവും, ഫുഡ് നല്ല ടേസ്റ്റ് ഉണ്ടാവും. മനസ്സും കൂടി വേണം ഈ ഫുഡ് ഉണ്ടാക്കുന്നിടത്ത്. അപ്പോൾ മനസ്സിൻ്റെ ആ ഒരു പുണ്യമാണ് ഫുഡിൻ്റെ ടേസ്റ്റ് കൂട്ടുന്നത്. അപ്പോൾ ഇന്ന് എനിക്കെന്തോ മനസ്സിൻ്റെ പുണ്യം ഇല്ല തോന്നുന്നു. ഫുഡ് നന്നായിട്ട് മൂത്ത് പോയിട്ടുണ്ട്. അപ്പോൾ ഇക്ക വന്ന പാടന്നെ എന്താ ഇപ്പം കാണിച്ചെന്ന് ചോദിച്ചു. കാരണം ഇക്ക അത്രയും ആഗ്രഹിച്ചിട്ട് ഉപ്പ കൊണ്ടുവന്ന പാടന്നെ ഇക്ക പറഞ്ഞായിരുന്നു അത് നല്ലപോലെ ആക്കണമെന്ന്. പിന്നെന്താ, അത് കഴിഞ്ഞിട്ട് നമ്മുടെ പേഴ്സണൽ മാനേജർ, മീൻസ് സോഷ്യൽ മീഡിയ മാനേജർ, ആൾ വീഡിയോ എഡിറ്റിങ്ങിലാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പോയി നോക്കിയതാണ്. അവിടേക്കല്ല പോകണം കേട്ടോ, ഞാൻ ഇക്കാക്കൊരു ബുക്ക് എടുക്കാൻ വേണ്ടി പോകുന്നതാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇക്ക കീമോ കഴിഞ്ഞാൽ പിറ്റേ ദിവസമാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോ എടുക്കുന്നത്. പിറ്റേ ദിവസമല്ല, ഒരു ദിവസം കഴിഞ്ഞിട്ട്. അപ്പോൾ ഈ ബുക്ക് ഷെൽഫ് നമ്മൾ റെഡിയാക്കുന്ന വീഡിയോ ഞാൻ ഇതിന് ശേഷം കൊടുക്കുന്നുണ്ട് കേട്ടോ. അതും ഇക്കനെ റെഡിയാക്കിയത്. അപ്പോൾ അത് റെഡിയാക്കുന്ന സമയത്ത് ഞാനൊരു ബുക്ക് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായിരുന്നു, ഒരു യേശുദാസിൻ്റെ പാട്ട് പുസ്തകം. ഇക്കാൻ്റെ തന്നെയാണത്. അപ്പോൾ പിന്നെ ഞാൻ അതൊന്ന് കൊണ്ടു കൊടുക്കാൻ വിചാരിച്ച്. കാരണം ആൾ ഈ കീമോ കഴിഞ്ഞാൽ എവിടേക്കും പോകാനൊന്നും പറ്റാത്തതുകൊണ്ട് തന്നെ മൂപ്പരിങ്ങനെ പാട്ടൊക്കെ പാടി ഇങ്ങനെ കിടക്കും. അപ്പോൾ ഈ പുസ്തകം കൊടുത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് നല്ലൊരു പാട്ട് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് കൊണ്ടുകൊടുക്കാമെന്ന് വിചാരിച്ചതാണ്.
നീ പുസ്തകമല്ല എനിക്ക് പാടാണ്ടിരിക്കണ്ട. ഇന്നലെ ബുക്ക് ഷെൽഫിൽ വെച്ചില്ലേ, നല്ല യേശുദാസിൻ്റെ പാട്ടൊക്കെ ഇട്ടിട്ട് പാടിക്കൊടു. ടീമോലാവുമ്പോൾ ഇക്കാക്ക് ഇങ്ങനെ കിടന്ന് പാടുന്നത് ഒരു ഹോബിയാണ്. ഇന്നൊരു വീഡിയോ ഇട്ടോ, ഒരു പാട്ടിൻ്റെ വീഡിയോ. നിങ്ങൾ മുടി എങ്ങനെയോ നിൽക്കണ ചെറിയ കുട്ടികൾ ഇങ്ങനെ 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 അല്ലല്ല, ചെറിയ കുട്ടികൾ ഇങ്ങനെ ആക്കൂലേ, ഫ്രീക്കാക്കിയിട്ട് ഇങ്ങനെ. അതുപോലെ അപ്പോൾ ശരി, നമുക്ക് കീമോ ദിവസത്തെ വിശേഷങ്ങളോട്ട് കിടക്കാം. ഇവിടുത്തെ എനിക്ക് കുറച്ച് പേര് കാണാൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവർ ജമാഅത്ത് ഇസ്ലാമി മലപ്പുറം വെസ്റ്റ് വനിതാ വിഭാഗം മെമ്പേഴ്സും പ്രസിഡൻറ്റും അവരെല്ലാവരുമാണ്. അപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി കേട്ടോ. ഒരുപാട് നേരം സംസാരിച്ചൊക്കെ ചെയ്തു. ഇത് ആസ്റ്റമിൻസ് കോട്ടക്കൽ വെച്ചിട്ടാണ് കേട്ടോ. പിന്നെ അതിന് ശേഷം ഫുഡ് കഴിക്കാൻ പോയി. ഞാൻ ഇന്ന് വീഡിയോ എടുക്കാനും വിചാരിച്ചതല്ലായിരുന്നു കേട്ടോ. പക്ഷേ ഇന്ന് അപ്രതീക്ഷിതമായിട്ട് കുറേ പേരെ കണ്ടു. എന്താണെന്നറിയില്ല, കുറേ പേരെ ഇന്ന് ഇവിടുന്ന് കണ്ടു. അതൊന്നും വീഡിയോ എടുത്തിട്ടില്ല. അങ്ങനെ ഇക്കാൻ്റെ കീമോക്ക് നമ്മൾ രാവിലെ വന്നിട്ടുണ്ട്. റൂഹിമോനും ഉണ്ട് കൂടെ. അപ്പോൾ അവർ റൂമിലാണ്. പിന്നെ ഇവർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഇവിടെ ഉണ്ട്, കാണാൻ പറ്റുമോ എന്നൊക്കെ. അപ്പോൾ അവരെ കാണാൻ പോയതായിരുന്നു. പിന്നെ അങ്ങനെ നേരെ ഇക്കാക്കും റൂഹിക്കുള്ള ഫുഡ് ഇങ്ങോട്ടേക്ക് ഓർഡർ ചെയ്തു. ഞാൻ പിന്നെ അവിടുന്ന് ഫുഡ് കഴിച്ചു. അങ്ങനെ പോന്നു. അപ്പോൾ പിന്നെ ഇക്കാൻ്റെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ രാവിലെ വന്നാണ്. ഇതിപ്പോൾ വൈകുന്നേരം ഞാൻ ഷൂട്ട് ചെയ്യുന്നത്. വീഡിയോ എടുക്കാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. എപ്പോഴും നമ്മളിങ്ങനെ ഇതന്നെ ഷെയർ ചെയ്യുമ്പോൾ രസമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് പിന്നെ കാണിക്കണ്ടെന്ന് വിചാരിച്ചതായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് വീട്ടിലെത്തി. റോയിമോളിപ്പോൾ കുറേ ദിവസമായിട്ടോ സ്കൂളിൽ പോയിട്ട്. അല്ലെങ്കിലും അവൾക്ക് മടിയാണ്. പിന്നെ ചെറിയൊരു എന്തെങ്കിലും വയ്യായിക ഉണ്ടെങ്കിൽ ഇക്ക പറഞ്ഞേക്കില്ല. അപ്പോൾ ഇതിപ്പം അത്യാവശ്യം അവൾക്ക് ചുമയുണ്ട്, പനി ഉണ്ടായിരുന്നു. പനി മാറിയിട്ടുണ്ട് കേട്ടോ, പക്ഷെ ഭയങ്കര ക്ഷീണമുണ്ട്. അപ്പോൾ പിന്നെ അതുകൊണ്ടാണ് ഇക്കാനെ കീമോ കുറച്ച് ഡിലേ ആക്കിയത്. റോസ് അവിടെ അവളുടെ ഫോണിൽ കളിക്കണ കണ്ടിട്ട് അവൾക്ക് ഭയങ്കര ഒരു ഇടങ്ങേറ്. അങ്ങനെ ഇടയ്ക്ക് നമ്മൾ തന്നെ നെബുലൈസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ മാറിയിരിക്കണ അസുഖം, പക്ഷേ ഒരു ക്ഷീണമുണ്ട് ആൾക്ക് കേട്ടോ. അപ്പം പിള്ള മനസ്സിൽ കള്ളമില്ല എന്നല്ലേ. അപ്പോൾ എന്തായാലും എന്തെങ്കിലും ഒരു വയ്യായ്ക ഇല്ലാണ്ട് ആൾ കിടക്കൂല എന്നറിയാം. പിന്നെ എനിക്കൊന്നൊന്ന് പുറത്ത് പോകാനുണ്ടായിരുന്നു, ഒരാവശ്യം ഉണ്ടായിരുന്നു. ഇക്കയും എൻ്റെ കൂടെ വരുന്നുണ്ട്. ഇക്കാക്കും ഒരാവശ്യം ഉണ്ടായിരുന്നു. മീൻസ് ശരിക്കും കീമോ ചെയ്താൽ ഇക്കാക്ക് പുറത്തൊന്നും ഇറങ്ങാൻ പറ്റില്ല. പക്ഷേ ഇതിപ്പം ഇക്കന്നെ വന്ന് ചെയ്യേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അപ്പം അത് പിന്നെ എനിക്കിപ്പോൾ വലിയ ആവശ്യങ്ങളൊന്നും ഇല്ല പുറത്ത് പോകേണ്ടത്. പക്ഷേ ഇക്കാനെപ്പോൾ ഒറ്റയ്ക്ക് വിടാൻ പറ്റില്ല. അപ്പം ഞാൻ പിന്നെ കൂടെ പോവാണ്. ഞാൻ പറഞ്ഞു പിന്നീട് പോവാം, കീമോ ചെയ്ത പാട് പോകണ്ടെന്ന്. പക്ഷേ അത് ഇക്ക പോയല്ലാണ്ട് റെഡി ആവില്ല. അങ്ങനെ പിന്നെ ഞങ്ങൾ ഇറങ്ങിയതാണ്. കീമോൻ്റെ സമയത്ത് വെയിലും ഉണ്ടാൽ മുഖം ആകെ റെഡ് കളറാവും ഇക്കാക്ക്. വെയിൽ കൊള്ളാൻ പാടില്ല. അങ്ങനെ നമ്മൾ വിചാരിച്ച കാര്യങ്ങളൊക്കെ നടന്നു. തിരിച്ച് വന്നപ്പം ഭയങ്കര ഒരു വിശപ്പൊക്കെ. ഉച്ച സമയമാണ്, ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ പഴംപൊരിയും ചായയും കുടിച്ചു, ഇക്കൊരു ചായയും കുടിച്ചു. അങ്ങനെ നമ്മൾ മീനൊക്കെ വാങ്ങിച്ച് വീട്ടിലെത്തി. കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. പിന്നെ ഉണ്ടല്ലോ, ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ആരോല്ല കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഈ കീമോ ചെയ്യുമ്പോൾ ഇക്കാക്ക് ബുദ്ധിമുട്ടില്ലേ, അങ്ങനെ ചെയ്യണ്ട ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറയുന്നു. ശരിക്കുള്ള കീമോ ഉണ്ടല്ലോ, അത് ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ്. അത് പിന്നെ ആൾക്ക് ഭയങ്കര ക്ഷീണം തളർച്ചയൊക്കെ ആയിരിക്കും കേട്ടോ. പക്ഷേ ഇത് ഇക്കാൻ്റെ മെയിൻ്റനൻസ് കീമോ എന്ന് പറയും. നല്ല റേറ്റ് ഉണ്ട് ഈ കീമോക്ക്. പക്ഷേ ഇത് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള കീമോ ആണ്, നിർബന്ധമായിട്ടുള്ള കീമോ അല്ല. അപ്പം അതുകൊണ്ട് തന്നെ ആ കീമോൻ്റെ അത്രയും ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഛർദി അങ്ങനെയുള്ള അസ്വസ്ഥതകളൊക്കെ ഉണ്ടാവില്ല കീമോ ചെയ്യുന്ന സമയത്ത്, അതൊന്നും ഇതിനുണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഇത് എനിക്ക് കേൾക്കുമ്പം എല്ലാവരും ചോദിക്കുന്നുണ്ട് ഇക്കാക്ക് എന്താ അങ്ങനെയൊന്നും ഇല്ലയെന്ന്. അങ്ങനെയല്ല, അത് വേറെയാണ്, ഇത് വേറെയാണ് കേട്ടോ. നിങ്ങളെ സൗണ്ട്, നിങ്ങളെ സ്കൂട്ടറിൻ്റെ സൗണ്ടാ? അതൊരു സൗണ്ട് എന്താണ്? വെള്ളക്കുപ്പായ കെട്ടുകണ്. എണ്ണ കുപ്പി കൊടുത്തിന്നപ്പാ, എണ്ണ വെളിച്ച ഓയിലിൻ്റെ സാരില്ല.
റോയിൻ്റെ മീൻ പദ്ധതിയിലുണ്ടോ ഛർദിക്കണ്ടോ പിന്നെ പനിണ്ടെന്ന് നോക്കണേ പനിയില്ല പരിപ്പ മരുന്നോട്ട് എടുക്കുക പത്തിട്ടുണ്ട്. ഇതുവരെ വയ്യാണ്ട് കിടക്കുന്ന ആളായിരുന്നു. കുറേ നേരമായി ഉപ്പച്ചെപ്പടാ വരാമെന്ന് വെച്ച് ഇങ്ങനെ നടക്കുന്ന റൂഹി. ഉപ്പച്ചനെ കണ്ടേക്ക് തന്നെ അവളെല്ലാ അസുഖം മാറി. ക്ഷീണമുണ്ട്, പക്ഷേ എന്താ പറയുക, അവൾ ഈ പിള്ള മനസ്സിൽ കള്ളമില്ല എന്ന് പറഞ്ഞ മാതിരി ഒന്ന് റെഡിയായപ്പോൾ ആൾ നീറ്റു. അവൾക്ക് കിട്ടേണ്ടതൊക്കെ കിട്ടിയപ്പോഴേ. പിന്നെന്താ, ഞാൻ കുറച്ച് മോമോസ് റെഡിയാക്കുകയാണ്. അതിൻ്റെ താഴെ മുട്ട പുഴുങ്ങാനും വെച്ചിട്ടുണ്ട്. രണ്ടും കൂടി ഒരൊറ്റ പാത്രത്തിലാണ് വെച്ചിട്ടുള്ളത് കേട്ടോ. പിന്നെ ഉപ്പ ഇക്കാടെ ഉമ്മാനോട് സംസാരിക്കുമായിരുന്നു. അപ്പോഴേക്കും ഉപ്പ കൊണ്ടുവന്ന കളർ ബുക്കിൽ ആൾ കളറൊക്കെ കൊടുത്ത് ആൾ നല്ല ആക്റ്റീവായിട്ട് ഇതുവരെ ഒരു നമുക്ക് തന്നെ ഒരു വിഷമമായിരുന്നു അവളിങ്ങനെ കിടക്കുന്നിട്ട്. അപ്പം ഉപ്പയും ഉമ്മയും കൂടി ഇങ്ങനെ ഭയങ്കര ഡിസ്കഷൻ, അവർ പറമ്പ് റിലേറ്റഡും തേങ്ങ അങ്ങനത്തെ കാര്യങ്ങൾ, എണ്ണ വെളിച്ചെണ്ണൻ്റെ അതൊക്കെയാണ് ഈ ഡിസ്കഷൻ ചെയ്യുന്നത് കേട്ടോ. രണ്ടുപേരും തേങ്ങൻ്റെയും വെളിച്ചെണ്ണൻ്റെയും ആൾക്കാരാണ്. പിന്നെന്താ, ചായ ഉണ്ടാക്കി. ഇക്കാക്ക് പിന്നെ കൂന്തൽ നിറച്ചത് ഒട്ടും ഇഷ്ടമല്ല കേട്ടോ. അതുകൊണ്ട് ഞങ്ങളുടെ ഭാഗ്യം. അല്ലെങ്കിൽ പിന്നെ എന്താ പറയുക, അതും കൂടി നമ്മൾ ഇത് ഡിവൈഡ് ചെയ്യേണ്ടി വരും. നമ്മളിവിടെ കൂന്തൽ നിറച്ചത് എത്ര കൊണ്ടുവന്നാലും നമ്മളത് ഇരുന്നിട്ട് കഴിക്കും. ഇന്ന് രാത്രി ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ലായിരുന്നു. കൂന്തൽ നിറച്ചതും കൂന്തൽ ചോറായിരുന്നു കഴിച്ചത് കേട്ടോ. ഇവിടെ പിന്നെ ഇക്ക മാത്രമാണ് അത് കഴിക്കാത്തത്, ഇക്കയും റോഹിയും. ബാക്കി എല്ലാവർക്കും ഇഷ്ടമാണ്. ഇക്കാൻ്റെ ഉമ്മൊക്കെ കഴിക്കും. പിന്നെ അങ്ങനെ പിന്നെ ഉപ്പ പോയി. ഇക്ക കൂന്തൽ നിറച്ചത് കഴിക്കാത്തതുകൊണ്ട് തന്നെ ഇക്കാക്ക് വേറെ കൂന്തൽ കൊണ്ടുവന്നിരുന്നു. അതാണ് ഞാൻ ഈ വീഡിയോയുടെ ഫസ്റ്റ് കാണിച്ച ആ കൂന്തൽ കേട്ടോ. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട്, ലാസ്റ്റ് കുറച്ച് വീഡിയോസായിട്ട് നമ്മൾ ഇക്കാൻ്റെ വിശേഷങ്ങൾ കുറേ ഷെയർ ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഒരുപാട് ആൾക്കാരാണ് ഇക്കാൻ്റെ സെയിം അസുഖമുള്ളതും അതേപോലെ തന്നെ സിംറ്റംസ് ഉള്ളതും ട്രീറ്റ്മെൻറ്റ് ഉള്ളവരും ഒക്കെ ആയിട്ട് ഒരുപാട് ആൾക്കാരുണ്ട് ഈ ഒരു ക്യാൻസർ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരെന്നുള്ളത് മനസ്സിലായി. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക കേട്ടോ. എന്താ പറയുക, പെട്ടെന്ന് തന്നെ ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ നോക്കേ. ഇതാരാ കൊണ്ടുവന്നത്? വെച്ചിയാ ഡാർക്ക് ബ്ലൂ കൊടുക്ക. എങ്ങനെ കെടുക്കണ ഉയ്മോള്? കൈ കുത്തിയിട്ടൊക്കെ എടുക്കണത്. എണീറ്റിരിക്ക്, കഞ്ഞുടിക്ക്. കുച്ചാ നമ്മളിന്ന് നമ്മുടെ ബുക്ക് ഷെൽഫ് ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ്. അതിൽ ബുക്ക് ഷെൽഫിലേക്ക് വെക്കാൻ വേണ്ടി ബുക്സ് നോക്കുമ്പോഴാണ് ഇതൊക്കെ കണ്ടത് കേട്ടോ. ഇത് ഇക്കാൻ്റെ കയ്യിലുള്ളത് റീനുമാണ്. അപ്പോൾ എത്ര വർഷങ്ങൾക്ക് മുമ്പ് ഇക്കാൻ്റെ അടുത്തുള്ളത് എൻ്റെ ഉപ്പ, എൻ്റെ ഉമ്മ. എത്ര കാലം മുമ്പുള്ളതാണ് ഇക്ക, ഓർമ്മ ഉണ്ടോ വയനാട് പോയത്? റീനുവിന് അന്ന് റൂഹിൻ്റെ ഏജ് ഇല്ല, ഒരു 4 വയസ്സ്. 2010. ഇനി വേറൊരു ഫോട്ടോ കാണിച്ചു തരാം. ഇതെടുത്ത റോസു, ഇതും റീനുമാണ്. ഇത് ഞങ്ങളുടെ യുഎഇയിലായ സമയത്ത്. ഇത് എവിടുന്നായിരുന്നു? അജ്മാൻ ഷാർജ നാഷണൽ പാർക്കോ. ഓക്കെ, റീനുമാണ് ഈ കുട്ടി. ഓക്കെ, ഇനി വേറൊരു ഫോട്ടോ ഉണ്ട്. അവിടെ ഞങ്ങൾ കല്യാണം കഴിഞ്ഞ ശേഷം ഫസ്റ്റ് എടുത്ത ഫോട്ടോ ആണിത്. ഫസ്റ്റ് എടുത്ത ഫോട്ടോ ആണെന്ന് തോന്നുന്നത്. എന്താ അതുകൊണ്ട് ഞാൻ അധികം കാണിക്കുന്നില്ല. ഓക്കെ, തട്ടൊന്നും ഇടാണ്ട് നടക്കുന്ന ഒരു ഒരു സമയം ഉണ്ടായിരുന്നു.
ഇപ്പോഴും തട്ടമില്ല കേട്ടോ റോസോ. നിങ്ങൾ ബുക്ക് ഷെൽഫ് റെഡിയാക്കി. അതിന് തൽക്കാലം ഫിൽറ്ററൊന്നും മാറ്റാൻ പറഞ്ഞിട്ട് കിട്ടുന്നത്. ഞാൻ വെക്കുന്ന അതൊക്കെ വെച്ച് വെക്കാൻ നോക്കുന്നത് ഇത് ഇങ്ങോട്ട് വെക്കണം. ഹാരിപ്പോട്ടറിന് ശരിക്കും കാണണം. ഇല്ല അത് വെക്കാൻ പറ്റില്ല. ഇതെനൊക്കെ തടിയില്ല, നോക്കാൻ പറ്റില്ല.